സ്ത്രീകളുടെ ജീവിതശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവറിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ലക്ഷ്മി രംഗൻ, തിരുവനന്തപുരത്ത് കലാങ്കൺ എന്ന സ്ഥാപനം നടത്തുന്നു. അതിൻ്റെ ഡയറക്ടറാണ്. കലാങ്കണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വർഷം ആയി തിരുവനന്തപുരത്ത് ഞങ്ങൾ കലാങ്കൺ എന്ന നൃത്ത സംഗീത സ്ഥാപനം തുടങ്ങിയിട്ട്. കലാങ്കണിൽ ഇപ്പോൾ 300ഓളം കുട്ടികൾ റെഗുലറായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ സംഗീതവും നൃത്തവും ഞാനും എൻ്റെ സുഹൃത്ത് ശാരദ തമ്പി, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കലാങ്കൺ എന്ന സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ സംഗീതത്തിന് ഞങ്ങളിപ്പോൾ ഇവിടെ 4 വയസ്സ് മുതൽ ശരിക്കും പ്രായഭേദ്യമില്ലാതെ തന്നെ ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 4 വയസ്സ് തൊട്ടാണ് കുട്ടികളെ ഞങ്ങളിവിടെ അഡ്മിഷൻ വേണ്ടി എടുക്കുന്നത്. പ്രായം ഒരു പരിധി കൽപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഒരു സീനിയർ ബാച്ച് വളരെ സജീവമായി കലാങ്കണിൽ പഠിക്കാൻ വരുന്നുണ്ട്. ഒരു 60 എബോവ് ഏജിലുള്ളവരും അതിലുണ്ട്. അപ്പോൾ കലയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും മുതിർന്നവരും കലാങ്കണിൽ പഠിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള സംഗീതം ആണ് അഭ്യസിപ്പിക്കുന്നത്. ശാസ്ത്രീയ സംഗീതത്തിനോടൊപ്പം തന്നെ ലളിത സംഗീതവും കലാങ്കണിൽ പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് ബേസിക്കായിട്ട് ചിട്ടയോടുകൂടി തന്നെ ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് കുട്ടികൾക്ക് ചിട്ടയായി പഠിപ്പിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ പരിധിയോളം ഞങ്ങളുടെ പരമാവധി ഞങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് അവരെ ട്രഡീഷൻ വിട്ടുപോകാതെ വളരെ ചിട്ടയോടുകൂടിയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കലാങ്കണിനെ കുറിച്ച് ഞങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാനും ശാരദയും കലാങ്കണിനെ നോക്കി കാണുന്നത്. നമ്മുടെ സംഗീതത്തിനും നൃത്തത്തിനും കുട്ടികളിപ്പോൾ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം, പാട്ടായിരുന്നാലും നൃത്തമാണെങ്കിലും ഒരു മത്സരത്തിന് വേണ്ടി പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി പഠിക്കാൻ വരിക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. അവർക്ക് അവരുടെ പഠിത്തത്തിനോടൊപ്പം അവർക്ക് ലഭിച്ചിട്ടുള്ള കഴിവ് മാക്സിമം നല്ല രീതിയിൽ പുറത്ത് കൊണ്ടുവരാൻ ഉള്ളൊരു ഞങ്ങളിൽ കൂടി കഴിയുന്ന സപ്പോർട്ട് മാക്സിമം അവർക്ക് നൽകി നല്ലൊരു തലമുറയെ സംഗീതത്തിനും നൃത്തത്തിനും വാർത്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എൻ്റെ കുടുംബം പാരമ്പര്യമായിട്ടൊരു സംഗീതം ഉപാസിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാനൊരു ഗായിക എന്ന നിലയിൽ അറിയപ്പെടുന്നത്. പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ പൂർവികരും എല്ലാവരും സംഗീതം തന്നെ ഉപാസിച്ച് ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അതിലിപ്പോൾ എൻ്റെ ഗുരു എന്ന് പറയുന്ന ശ്രീ എസ് രത്നാകരൻ ഭാഗവതർ, അദ്ദേഹം ഗായകരത്നം ശ്രീ എസ് രത്നാകരൻ ഭാഗവതർ, അദ്ദേഹമാണ് സംഗീതത്തിൽ എൻ്റെ ഗുരു. അദ്ദേഹത്തിൽ നിന്നും എനിക്ക് വളരെ വിലപ്പെട്ട, ഇന്നത്തെ കാലത്ത് നമുക്ക് ശരിക്കും അഭ്യസിക്കാൻ പറ്റില്ല, അത്രത്തോളം വലിയ വലിയ പാഠങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് എനിക്ക് നേരിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാലപാഠങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ അമ്മയാണ്. അമ്മ ശ്രീമതി രാധാരംഗൻ. അമ്മ തിരുവനന്തപുരം സംഗീത കോളേജിൽ ഗാനഭൂഷണം ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അച്ഛനും സംഗീത കുടുംബത്തിലുള്ള ആളാണ്. അച്ഛൻ ബിസിനസ്മാൻ ആണെങ്കിലും സംഗീതരംഗത്ത് ചെറുപ്പത്തിലൊക്കെ അച്ഛൻ ധാരാളം പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിലോട്ട് അച്ഛൻ തിരിഞ്ഞു. പിന്നെ എന്നെ സംഗീതരംഗത്തോട്ട് കൊണ്ടുവന്നത് എൻ്റെ അമ്മാവന്മാരാണ്. അമ്മയ്ക്ക് 5 സഹോദരങ്ങളാണ്. അവരാണ്. അതിൽ 4 പേര് സംഗീത രംഗത്ത് ഇന്നും പ്രവർത്തിക്കുന്നവരാണ്. അതിൽ വളരെ പ്രയാസത്തോടുകൂടി പറയാനുള്ളത്, എന്നെ കൈപിടിച്ച് എന്നെ രംഗത്ത് കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മാമൻ ശ്രീ CS പരമാനന്ദൻ. അദ്ദേഹം ഈ ഇടക്കാലത്താണ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയത്. അദ്ദേഹമാണ് എന്നെ ഈ രംഗത്ത് ആദ്യമായി കൊണ്ടുവരുന്നത്. അതിനെ തുടർന്ന് ശ്രീ തങ്കരാജ്, കേരളത്തിലെ അറിയപ്പെടുന്ന കീബോർഡ് ആർട്ടിസ്റ്റും മ്യൂസിക് ഡയറക്ടറുമാണ് അദ്ദേഹം. പിന്നെ ശ്രീ ഹരിശങ്കർ തബലിസ്റ്റ്, പിന്നെ ശ്രീ ജയരാജ് സംഗീതജ്ഞൻ. ഇവർ 4 പേരും കൂടി നടത്തിയിരുന്ന അജന്ത ഓർക്കസ്ട്ര, ഇതിൽ കൂടിയാണ് 4 വയസ്സിൽ സംഗീത രംഗത്ത് ഞാൻ എത്തുന്നത്.
അജന്ത ഓർക്കസ്ട്രയിലെ 4 വയസ്സ് മുതൽ ഗാനമേള രംഗങ്ങളിൽ ധാരാളം കേരളത്തിലുടനീളം പ്രോഗ്രാമുകൾ നടത്തി ആണ് എന്നെ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത്. അത് ഒരു എത്ര വർഷങ്ങളോളം ഇന്നും ഗാനമേള രംഗത്തും കച്ചേരി രംഗത്തുമൊക്കെ ഞാൻ തുടരുന്നതിന് കാരണം അമ്മാവന്മാരാണ്. ആ ഗാനമേള രംഗത്തിൽ കൂടി തന്നെ ധാരാളം അവസരങ്ങൾ എനിക്ക് സിനിമാ രംഗത്തും അല്ലാതെ പ്രൈവറ്റ് കാസറ്റ്സ്, ആൽബം, ധാരാളം വിദേശ യാത്രകൾ, ഇതെല്ലാം എനിക്ക് ഗാനമേള രംഗത്ത് ഞാൻ നിന്നതുകൊണ്ട് തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ എനിക്ക് ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്തരായ ഗുരുതുല്യരായ ധാരാളം പ്ലേബാക്ക് സിംഗേഴ്സിനോടൊപ്പം പാടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിലേറ്റവും ഒരു ഭാഗ്യം എന്ന് എനിക്ക് പറയാനുള്ളത് പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് സാർ, അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര അദ്ദേഹത്തിനോടൊപ്പം ജർമ്മനിയിലും അമേരിക്കയിലും 12 പ്രോഗ്രാം 2 മാസത്തെ ട്രിപ്പായിരുന്നു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു, ഇന്നും ഇങ്ങനെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്ന എന്നൊക്കെ പറയുന്ന എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എനിക്ക് ലഭിച്ചൊരു അംഗീകാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ 9ാമത്തെ വയസ്സിൽ ഞാൻ സംസ്ഥാന സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് ഫോർട്ട് മിഷൻ ഗേൾസ് ഹൈസ്കൂളിലാണ്. ആദ്യമായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എന്നെ സ്കൂളിൽ നിന്ന് വിട്ടു. അത് 5ൽ പഠിക്കുമ്പോൾ എനിക്കൊരു വലിയ അംഗീകാരം സ്റ്റേറ്റ് ലെവലിൽ, 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ 2ാം സ്ഥാനവും, ആദ്യം 2ാം സ്ഥാനമാണ് ലഭിച്ചത്. അടുത്ത വർഷം എനിക്ക് 1ാം സ്ഥാനം ലളിത സംഗീതത്തിന് ലഭിച്ചു. അത് ആ ഒരു വലിയ അംഗീകാരത്തിനെ തുടർന്ന് എനിക്ക് ശ്രീ ജെറി അമൽദേവ് സംഗീതം നൽകിയ ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും, ശ്രീ ഷാജി കൈലാസിൻ്റെ ഫസ്റ്റ് ഫിലിം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. അതിൽ ഒരു കൊച്ചു കുട്ടിക്ക് വേണ്ടി കുരുവി കുരുവി വാവ എന്ന് തുടങ്ങുന്നൊരു ഗാനം ആലപിക്കാൻ അവസരം ലഭിച്ചു. അതിൻ്റെ രചന ശ്രീ ബിച്ചു തിരുമലയായിരുന്നു, സംഗീതം ശ്രീ ജെറി അമൽദേവ്. തുടർന്ന് എനിക്ക് ജെറി മാഷ് എനിക്ക് ധാരാളം അവസരങ്ങൾ അദ്ദേഹം ഒരുക്കി തരികയായിരുന്നു. കൊച്ചു കുട്ടികളുടെ വോയിസിൽ പാടുന്ന ധാരാളം പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ ആ കാലത്തിൽ എനിക്ക് ജെറി മാഷ് തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ. ആ ഫിലിം എന്തോ സാഹചര്യം കൊണ്ട് റിലീസായില്ലെങ്കിലും പാട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നെ ഒരു 500-ലധികം ഡിവോഷണൽ ആൽബത്തിലും അതുപോലെ തന്നെ ഒരു 500-ലധിധികം നോർമൽ ആൽബംസ്, സാധാ ആൽബം, അങ്ങനെ ആൽബങ്ങളിലും പാടാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1991 ഓൾ ഇന്ത്യ റേഡിയോയുടെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ ലളിതഗാനത്തിന് സമ്മാനം എനിക്ക് കിട്ടിയിരുന്നു. അത് സംഗീത ലോകത്തിലെ എൻ്റെ മറക്കാൻ പറ്റാത്തൊരു അംഗീകാരമാണ്. കരമന NSS കോളേജിലാണ് എൻ്റെ സംഗീതം, അത് തന്നെ സംഗീതം മെയിനായിട്ട് എടുത്ത് തന്നെയാണ് പ്രീ ഡിഗ്രിക്കും ഞാൻ പഠിച്ചത്. അവിടെയും എനിക്ക് യൂണിവേഴ്സിറ്റി ലെവലിൽ പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കാലയളവിൽ എനിക്ക് ലളിതഗാനത്തിന് 5 വർഷം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇൻ്റർ കോളേജ് കോമ്പറ്റീഷൻ, ഓൾ ഇന്ത്യ ലെവൽ ലളിതഗാന മത്സരങ്ങൾക്കും കോളേജിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് നമ്മുടെ ദൂരദർശനിൽ ആണത് വന്നിട്ടുള്ളത്. ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സീരിയൽ, കാർട്ടൂൺ സീരിയൽ ഉണ്ടായിരുന്നു. അതിലെ ടൈറ്റിൽ സോങ് പാടാനായിട്ട്, അത് എൻ്റെ വിശ്വാസം ഇന്നും എല്ലാവരുടെയും മനസ്സിൽ ആ ഗാനം ഓർമ്മയുണ്ടാവും എന്ന് തന്നെയാണ്. ചെപ്പടിക്കുന്നിൽ എന്ന് തുടങ്ങുന്ന ഗാനം പാടാനായിട്ട് എനിക്ക് ശ്രീ മോഹൻ സിത്താര അങ്കിൾ അവസരം തന്നു. അതും ശ്രീ ബിച്ചു തിരുമല അദ്ദേഹത്തിൻ്റെ രചനയായിരുന്നു. അപ്പോൾ അത് ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിലാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് അത് പാടിയതെങ്കിലും വളരെയധികം പോപ്പുലാരിറ്റിയാണ് എനിക്ക് ചെപ്പടിക്കുന്നിൽ എന്ന ആ കുട്ടികളുടെ ഗാനം നേടിത്തന്നത്. അതിന് ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അതിനുള്ള അപ്രീസിയേഷനൊക്കെ എനിക്കിപ്പോഴും കാണുമ്പോൾ ഓരോരുത്തർ പറയാറുണ്ട്. അതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു. ആ ഒരു ടൈറ്റിലിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഒത്തിരി ജിങ്കിൾസ് ഞാൻ കുട്ടികളുടെ വോയിസിൽ ധാരാളം ഇടയ്ക്ക് പാടിയിരുന്നു. അതിനെ തുടർന്ന് പിന്നെ 15ഓളം മലയാളം ചിത്രങ്ങൾക്ക് വേണ്ടി പാടി. ഞാൻ വലിയൊരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സോളോ ആയിട്ട് പാടിയത് തില്ലാന തില്ലാന എന്ന ചിത്രത്തിലെ കണ്ടാൽ മിണ്ടാ വായാടി എന്ന ഗാനമാണ്. അത് എൻ്റെ ഇളയ അമ്മാവൻ ശ്രീ തങ്കരാജ് അദ്ദേഹം സംഗീതം നൽകിയതാണ്.
ആ ഗാനം തില്ലാന തില്ലാന എനിക്ക് സ്ട്രൈറ്റായിട്ട് ഞാനത് ട്രാക്ക് ചിത്രേച്ചിക്ക് വേണ്ടി പാടിയ ആ ഗാനം എനിക്ക് സ്ട്രൈറ്റായിട്ട് ആ ഫിലിമിൽ തന്നത് ശ്രീ വിനു കിരിയത്ത് അദ്ദേഹമാണ്. അതിനെ തുടർന്ന് കുറച്ച് മലയാളം ഫിലിംസിലൊക്കെ പാടി. തുടർന്നാണ് എനിക്ക് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂൾ വെള്ളയമ്പലം അവിടെ സംഗീത അധ്യാപികയായി ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പമാണ് കലാങ്കണിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സംഗീതം തന്നെയാണ് എല്ലാം. അതോടൊപ്പം തന്നെ എൻ്റെ എനിക്ക് 2 സിസ്റ്റേഴ്സാണ്, ലത, സീന, കൂടാതെ 2 കസിൻ സിസ്റ്റേഴ്സുണ്ട്, ശ്രീദേവി, രജനി. ഞങ്ങൾ 5 പേരും കൂടി ചേർന്ന് കേരളത്തിലെ ആദ്യത്തെ എന്നറിയപ്പെടുന്ന ഒരു മ്യൂസിക് ബാൻഡ് പെൺകുട്ടികളുടെ ലക്കി ഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ടീം ഫോം ചെയ്തിരുന്നു. ധാരാളം ആൽബങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെ രചിച്ച് സംഗീതം നൽകി ധാരാളം കാസറ്റ്സ് ഞങ്ങൾ റിലീസ് ചെയ്തിരുന്നു. റീസെൻ്റായിട്ട് ഒരു ഓണം ദിൻ ദിന്ന എന്ന ഫസ്റ്റ് ആൽബം അതായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം പത്മശ്രീ ഡോക്ടർ കെ ജയേശുദാസ് അദ്ദേഹമാണ് നിർവഹിച്ചത്, പ്രഭ ആൻറ്റിയും ചേർന്നിട്ട്. അതിനെ തുടർന്ന് ഞങ്ങൾ ആറ്റുകാൽ അമ്മയുടെ ഒരു CD റിലീസ് ചെയ്തു. ഇനി ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ വരുന്ന ക്രിസ്മസിന് പ്ലാൻ ചെയ്ത് ഞങ്ങളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സംഗീതരംഗത്ത് ഇത്രയും വർഷങ്ങളോളം സംഗീതരംഗത്ത് തുടരുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സത്യത്തിൽ പാടിയിട്ടുള്ളത് ലളിതഗാനങ്ങളാണ്. നമ്മുടെ തിരുവനന്തപുരം ആകാശവാണിക്ക് വേണ്ടി വളരെ കുഞ്ഞിലേ തൊട്ടേ ലൈറ്റ് മ്യൂസിക്കിൽ ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 100-100ഓളം ഗാനങ്ങൾ ലളിതഗാനങ്ങൾ എൻ്റേതായിട്ടുള്ളത് ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. കൂടാതെ 5000-ലധികം ഗാനങ്ങൾ ഞാൻ ഡിവോഷണലും അല്ലാതെ ആൽബം സോങ്സുമായിട്ട് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണെങ്കിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ വിദേശത്ത് ഗാനമേള വേദികൾ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. ഗാനമേള വേദികളാണെങ്കിലും ഒരു 10,000-ലധികം വേദികൾ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് കേരളത്തിലും ഇന്ത്യയിലുടനീളവും വിദേശത്ത് ജർമ്മനി, USA, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക തുടങ്ങി ധാരാളം രാജ്യങ്ങളിൽ പ്രോഗ്രാം നടത്താൻ പോകാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ ജീവിതത്തിലെ സംഗീതം കൊണ്ട് സംഗീതമാണ് ജീവിതം എന്നൊരു ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് അതൊരു വലിയ അംഗീകാരമാണ്. ഇന്നും ഈ ഫീൽഡിൽ തുടരാൻ സാധിക്കുക എന്നുള്ളതും ഇതിനൊക്കെ തീർച്ചയായിട്ടും എനിക്ക് പിന്തുണയായിട്ട് പ്രോത്സാഹനം തന്ന് നിൽക്കുന്നത് എൻ്റെ കുടുംബം തന്നെയാണ്. അതിൽ എൻ്റെ ഹസ്ബൻഡ് ശ്രീ ബെൻസൺ, അദ്ദേഹം ഒരു സൗണ്ട് എൻജിനീയറാണ്, ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ 2 ഫിലിം മ്യൂസിക് ചെയ്തു, അതിലും ഞാൻ പാടിയിട്ടുണ്ട്, റിലീസായിട്ടില്ല ഫിലിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എൻ്റെ ലൈഫിൽ വളരെയധികം വിലപ്പെട്ടതാണ്. കാരണം ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു വിവാഹശേഷം ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. എൻ്റെ കലാജീവിതത്തിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പിന്നെ എനിക്ക് ഒരു മകളുണ്ട്, ആൻ ബെൻസൺ, ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആനെ സംഗീത രംഗത്ത് തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്കും സംഗീതം ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് അവൾക്ക് ലഭിച്ച അനുഗ്രഹവും എനിക്ക് ലഭിച്ച കഴിവിനാൽ അവളെ സംഗീതരംഗത്ത് തന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പാടി കണ്ട് വളർന്ന ആ ഒരു ഇതുമായിട്ട് വളരെയധികം വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് പറയുന്നത് ടെക്നിക്കൽ സൈഡ് നമ്മൾ ചിന്തിച്ച സംഗീത രംഗത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റം വളരെ വലുതാണ്. ആ ഒരു രീതിയിലും ചിന്തിക്കുമ്പോഴും ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇന്നത്തെ മ്യൂസിക് റെക്കോർഡിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചിട്ട് അവർ പോകുന്നു, അതിനുശേഷം സിംഗേഴ്സിൻ്റെ സൗകര്യാർത്ഥം, മ്യൂസിക് ഡയറക്ടറിൻ്റെ സൗകര്യാർത്ഥം സിംഗേഴ്സ് വന്ന് പാടുന്നു, പോകുന്നു. അപ്പോൾ എത്രയും ട്രാക്സ് ഉണ്ട്, എഡിറ്റ് എല്ലാം നമുക്ക് റെക്കോർഡിങ് മിക്സിങ് ടൈമിൽ എല്ലാം കൂടി ഓക്കെ ആയാൽ മതി. ഇപ്പോൾ